ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോർമൽ സാരി ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പീസ് 4 മടക്കിയിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ നമ്മൾ വെട്ടിയെടുക്കുന്നത് കൈയാണ്. കൈയിറക്കം 10.5 ഇഞ്ചാണ് പറഞ്ഞത്. നമുക്ക് അളവിന് തന്ന ബ്ലൗസിൻ്റെ ഇറക്കം വളരെ കുറവാണ്, അതുകൊണ്ടൊന്ന് കൈയിറക്കം വേണമെന്നുണ്ട് 10.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ബ്ലൗസ് വെച്ചിട്ട് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. കൈ നമ്മൾ വെട്ടിയെടുക്കുകയാണ്, എന്നിട്ടാണ് നമ്മൾ ബാക്കി അടയാളപ്പെടുത്തുന്നത്. അത് ക്ലിയറാക്കി വെട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 10.5 ഇഞ്ച് ചെസ്റ്റ് അളവും 16 ഇഞ്ച് ലെങ്ത്തുമാണ് എടുക്കുന്നത്. അത് എടുത്തിട്ട് നമ്മൾ 4 മടക്കിയിടുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ അളവ് ബ്ലൗസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ടേപ്പ് ഉപയോഗിക്കുന്നില്ല. പിന്നെ ലാസ്റ്റ് നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ അളവ് ക്ലിയർ ആക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം വെട്ടുമ്പോഴും ഓരോ പോയിൻ്റ് കൂട്ടിയാണ് വെട്ടിയെടുക്കുന്നത്. പിന്നെ നമ്മളതിൻ്റെ കഴുത്ത് അടയാളപ്പെടുത്തുകയാണ്. കഴുത്ത് നമ്മൾ അളവിൻ്റെ ബ്ലൗസ് വെച്ചിട്ട് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. പിന്നെ ബാക്ക് കഴുത്തും അതേപോലെ തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ബ്ലൗസ് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ വിടുത്തൊന്നും വ്യത്യാസപ്പെടില്ല. പിന്നെ നമ്മൾ ഷോൾഡറും ആം ഹോളും അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് ടെക്കിൻ്റെ അളവാണ്. മുകളിൽ നിന്ന് 8.5 ഇഞ്ച് അടയാളപ്പെടുത്തി അതിന് 1.25 3 സ്ഥലത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. പിന്നെ കട്ടിങ് 4 3/4 അടയാളപ്പെടുത്തുന്നത്. ഇതിൻ്റെ അടയാളപ്പെടുത്തൽ കഴിഞ്ഞു. നമുക്കത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എല്ലാ ടെക്കിൻ്റെ അടുത്തും ഓരോ ചെറിയ നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ലൈനിങ് പീസായിട്ട് ചേർക്കുമ്പോൾ വ്യത്യാസപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും, എവിടെ കൂട്ടേണ്ടത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് പാർട്ട് ഒത്തിരി കുഴിച്ച് വെട്ടുന്നുണ്ട്, അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് അടുത്ത് കൈയാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ 4 മടക്കി അതിൻ്റെ മുകളിൽ നമ്മൾ വെട്ടി വെച്ച കൈ വെച്ചിട്ടാണ് വെട്ടിയെടുക്കുന്നത്. അത് കുറച്ച് കുറവുണ്ട്. നമ്മൾ അടിക്കുന്ന സമയത്ത് അതൊന്ന് ചെറിയ പീസ് വെച്ചിട്ടാണ് നമ്മൾ കൈ ലൈനിങ് പീസ് വെച്ച് വെട്ടിയെടുക്കുകയാണ്. ലൈനിങ് പീസ് കുറച്ച് കമ്മിയുണ്ട്. അത് നമ്മൾ അടിക്കുന്ന സമയത്ത് കുറച്ച് കൂട്ടി അടിക്കണം. അപ്പോൾ അടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ലൈനിങ് പീസ് മടക്കിയിടുകയാണ്. നമ്മൾ നല്ല പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് നിവർത്തിയാണ് നമ്മൾ വെക്കുന്നത്. 4 മടക്കിയിട്ടല്ല വെട്ടിയെടുക്കുന്നത്. ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ കഴുത്തും കൈക്കുഴിയൊന്നും വെട്ടിയെടുക്കണില്ല. അതിൻ്റെ ശരിയായ അളവ് മാത്രം, ആ പീസ് മാത്രം വെട്ടിയെടുക്കുകയാണ്. പിന്നെ നമ്മൾ അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കഴുത്തകലം കൂടുന്ന പ്രശ്നമില്ല. ലൈനിങ് ഫുള്ളായിട്ട് വെച്ചിട്ട് അതിന് നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ലൈനിങ് പീസ് വെട്ടിയെടുത്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ ലൈനിങ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,